അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂ കാണുന്നേ. പൂ പറിച്ച് കൈ പിടിച്ചു കൊടുത്താൽ പിടിച്ചോളൂ. കൊള്ളാം, നല്ല രസമുണ്ട്, സൂപ്പറാണ്. അങ്കിൾ നീ പൂ തരാവോ? ഇത് ആരാ ഈ പൂക്കൃഷി ചെയ്തേ? അപ്പ. JLG ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് കുടുംബശ്രീ ഇത്തരം പൂക്കൃഷിയിലേക്ക് ഇറക്കുന്നത്. ഇപ്പം നമ്മളൊപ്പം ശ്രീപദം JLG ഗ്രൂപ്പിലെ അംഗങ്ങളുണ്ട്, ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പിലെ. വളരെ മനോഹരമാണ് നിങ്ങളുടെ ഈ പൂക്കൃഷി. ഈ പൂക്കൃഷി കുടുംബശ്രീയുടെ സഹായത്തോടാണ് തുടങ്ങിയിരിക്കുന്നത്? ഞങ്ങൾ പള്ളിക്ക CDS കുടുംബശ്രീയുടെ സഹായത്തോടെ തുടങ്ങിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പൂക്കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിന് പോയി ഞങ്ങൾക്ക് ഇതിന് ചെയ്യുന്ന ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. പിന്നെ ഞങ്ങൾക്ക് ഓണത്തിനൊരു വരുമാന മാർഗ്ഗമാവും സ്ത്രീകൾക്ക്. പിന്നെ ഇതാണ് ഒരു വരുമാന മാർഗം കൂടിയാണ്. അതായത് നല്ല രസമുണ്ട് ഈ പൂക്കളൊക്കെ കാണാൻ. ഞാനിത് പറയുമ്പോഴേ ഈ സാധാരണ നമ്മൾ ഈ സ്ത്രീകൾ നമ്മുടെ പല അമ്മയുടെയൊക്കെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ കുടുംബശ്രീ ഇപ്പോൾ 25 വർഷമായി തുടങ്ങിയിട്ടില്ലേ. തുടക്കഘട്ടത്തിൽ പലപ്പോഴും സ്ത്രീകൾ അങ്ങനെ മുഖ്യധാരയിലേക്ക് എത്തുന്നൊരു ഘട്ടമല്ല. കുടുംബശ്രീ നിങ്ങളെ ഒരു മുഖ്യധാരത്തിലേക്കും ഒരു ലക്ഷണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ആഴത്തിലിട്ട് ഇറങ്ങിയപ്പം അതിൻ്റെ ഗൗരവം മനസ്സിലായി. ഈ കുടുംബശ്രീ കൊണ്ട് എന്താ പ്രയോജനം, എന്ത് പ്രയോജനമുണ്ട് എന്നവർക്ക് മനസ്സിലായി. പഴയ കാലത്തെ പോലെയല്ല, ഇപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുൻപിലേക്ക് എത്തിച്ചു എത്തിച്ചു. അങ്ങനെ തന്നെയല്ലേ ചേച്ചി കുടുംബശ്രീയുടെ ഒരു പ്രയോജനം? കുടുംബശ്രീയിലേക്ക് എത്തുമ്പോൾ നമ്മൾ സാധാരണ കുടുംബശ്രീയൊക്കെ ചില കോമഡി സ്കിറ്റിലേക്ക് അധിക്ഷേപിക്കണം. പക്ഷേ കുടുംബശ്രീ അങ്ങനെയല്ല, നമുക്ക് വരുമാനം സൃഷ്ടിക്കുന്നു ഇല്ലേ, അങ്ങനെ മുമ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ. അപ്പം അതാണ് കുടുംബശ്രീ ഒരു പ്രത്യേകത. കുടുംബശ്രീ ആളുകളെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന ഒരു ഇതുകൂടിയാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ അല്ലേ ചേച്ചി? നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി മുന്നോട്ട് സ്ത്രീകൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ നമ്മൾ കടം വാങ്ങിച്ചാലും കുടുംബശ്രീയിൽ നിന്നായാലും നമുക്കത് വീട്ടാം എന്നുള്ള ഒരു ഇതുണ്ട് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കൃഷിയിലേക്കും അങ്ങനെയൊക്കെ കൂടുതലും കുടുംബശ്രീ വനിതകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നുണ്ട്. ഈ നമുക്കിത് വാഴക്കൃഷിയോട് ഉണ്ടെന്നല്ലോ, പൂക്കൃഷിക്ക് പുറമെ അല്ലേ? വാഴയുണ്ട്, പിന്നെ ഇത് പച്ചമുളകുണ്ട്. എത്ര ഏക്കറാണ് അല്ലെങ്കിൽ എത്ര മൂട് വാഴയാണ് ഞങ്ങൾക്ക്? 100 മൂട് അല്ലേ? ഓണത്തിന് ആയോ? ഓണത്തിനാവത്തില്ല, കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് താമസിച്ചു പോയി. പിന്നെ പച്ചമുളക് കൃഷിയുണ്ട്. അങ്ങനെ കുടുംബശ്രീ ഇവർ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിതത്തിൽ ഈ സ്ത്രീകളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മുന്നേറ്റമാണ് കുടുംബശ്രീ നയിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ കുടുംബശ്രീയെ സംബന്ധിച്ചോളം ഇത്തവണ ഏതാണ്ട് 68 ഏക്കറിലാണ് പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത്. 175ഓളം JLG ഗ്രൂപ്പുകളും ഇതിൻ്റെ പിന്നിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സത്യത്തിൽ കുടുംബശ്രീ ഈ മനോഹരമായ കാഴ്ച മാത്രമല്ല, അവർക്ക് വലിയൊരു വരുമാനം കൂടി സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുടുംബശ്രീ മുന്നോട്ട് നയിക്കുന്നത് ഒരു സ്ത്രീ സമൂഹത്തെ ആകെയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.